ഹലോ, എല്ലാ എസ്തറ്റിക് വേൾഡിലും കാണുന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ടോയിൻ നൂലാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് നൂല് ഞാൻ എടുത്തിട്ട് ബാക്കി വന്നത് മാറ്റി വെച്ചിട്ട് പെയിൻ്റ് എടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സാക്കി അത് കഴിഞ്ഞിട്ട് ആ നൂല് അതിൻ്റെ അകത്തോട്ട് ഇട്ട് വെച്ച് നൂലിന് കളർ കിട്ടാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പക്ഷേ പിടിക്കുന്നുണ്ടായിരുന്നില്ല കളർ. അപ്പോൾ ഞാൻ കുറച്ച് പശയും കൂടി അതിൽ മിക്സാക്കി. പക്ഷേ എന്നിട്ടും പിടിക്കുന്നുണ്ടായില്ല. പിന്നെ കുറച്ചും കൂടി പെയിൻറ്റ് ഞാൻ ഇട്ടിട്ട് എല്ലാം റെഡിയാക്കി എടുത്ത് ഇനി ഇത് ഞാൻ ഉണക്കാൻ വേണ്ടി വെച്ച് ആ സമയം കൊണ്ട് ഞാനൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിന് ലീഫിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്ത് ആദ്യം കട്ട് ചെയ്ത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ വേറെ ഒരെണ്ണം കൂടി കട്ട് ചെയ്ത് വെച്ച് എന്നിട്ട് വേറെ കുറച്ച് പേപ്പർ എടുത്തിട്ട് ആ ലീഫിൻ്റെ ഷേപ്പ് വെച്ചത് കൊണ്ട് ഞാനത് ട്രേസ് ചെയ്തെടുത്ത് എന്നിട്ട് അത് മുറിച്ച് എടുക്കുകയാണ് ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് കുറേ ലീവ്സ് കിട്ടും. ഞാനൊരു 4 ഷീറ്റോളം പേപ്പർ ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ട്, ഇത് ഇല ട്രേസ് ചെയ്ത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പെയിൻറ്റും വെള്ളം കൂടി ഒന്നും കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ ഉണ്ടാക്കിയ ലീവ്സൊക്കെ എല്ലാം മുക്കി വെച്ചിട്ട് അത് ഞാൻ മാറ്റി വെച്ച് എല്ലാ ലീവ്സും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. എന്നിട്ട് ഞാനത് ഉണക്കാൻ വേണ്ടി വെച്ച് അത് അക്രിലിക് പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇല പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചാലേ പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് ആ നൂല് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ലീഫുമായിട്ട് ഒരുമിച്ച് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്തത്. നമ്മുടെ സാധാരണ ഫെവിക്കോൾ വെച്ച് തന്നെയാണ് ഞാനത് ഒട്ടിച്ചേക്കുന്നത്. അത് അങ്ങനെ ഇരുന്നോളും. പിന്നെ ഇത് ക്രിസ് ക്രോസായിട്ട് ഞാൻ ഒട്ടിച്ചത്, പക്ഷേങ്കിലും അതങ്ങനെ ഇരുന്നില്ല. പിന്നെ ഞാൻ അതിൻ്റെ അറ്റത്തുനിന്ന് വേറൊരു കുറച്ച് ത്രെഡ് എടുത്ത് മുറിച്ചിട്ട് അത് ഇതിലോട്ട് കെട്ടിവെച്ച് എന്നിട്ട് ആ നൂലിലും നമ്മൾ ആ ലീഫ് ഒട്ടിച്ച് വെച്ച് എന്നിട്ട് അതിൻ്റെ അപ്പുറത്തുള്ളതിലൊക്കെ നോർമലി ഇല ഒട്ടിക്കുന്ന പോലെ ഞാൻ ഒട്ടിച്ച് എന്നിട്ട് ഇടയ്ക്കിടയ്ക്കിട്ട് ഇങ്ങനെ ഒരു നൂല് ഞാനിങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എല്ലാം ഭയങ്കര തളർന്ന് കിടക്കണ പോലെ തോന്നി. അപ്പം ഞാൻ ഈ ഒരു ചെറിയ കമ്പി എടുത്തിട്ട് അത് സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് അതിൽ ഒന്നും കൂടി അറ്റാച്ച് ചെയ്ത് വെച്ചു. അപ്പോൾ അതിനൊരു നല്ല ഷേപ്പ് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതിലും വെച്ച് പിന്നെ നേരത്തെ അറ്റാച്ച് ചെയ്ത ആ ഒരു ത്രെഡിലോട്ടും കൂടി ഞാനങ്ങനെ വെച്ചിട്ടുണ്ട്. കമ്പിയും കൂടി ആ സ്ട്രിങ്ങിലോട്ട് കയറ്റി വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കയറ്റുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിക്കണം. പ്ലെയർ വെച്ച് ചെയ്താൽ മതി. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഞാനൊന്ന് വാളിൽ ഒട്ടിച്ച് നോക്കിയതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ.